ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 6 to 7 വയസ്സ് വരെ പ്രായമുള്ള കുട്ടിയുടെ അളവിലുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും. താഴെ ഫ്രില്ലുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു പഴയ എ-ലൈൻ ടോപ്പാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പഴയ ഇതുപോലെ അനാർക്കലിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എ-ലൈൻ ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ മനോഹരമായിട്ടുള്ള ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ തുണി എടുത്തിട്ട് ഞാൻ രണ്ടായിട്ട് മടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ടോപ്പ് രണ്ടായിട്ട് മടക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗം വരുന്നത് ഫ്രില്ലുള്ള ഭാഗത്തിനായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ടോപ്പിൻ്റെ താഴ്ഭാഗം നമുക്ക് ഫ്രില്ലിനായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ആ ലേസൊക്കെ വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതൊരു 4 ലെയറായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഫ്രോക്കിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ 28 ഇഞ്ചാണ് കേട്ടോ. ആ 28-ൽ നിന്ന് ഞാനൊരു 8 ഇഞ്ച് താഴെ ഫ്രില്ലിലും ബാക്കി 20 ഇഞ്ച് മുകൾ ഭാഗത്തേക്കുമായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാനൊരു 8 ഇഞ്ച് പ്ലസ് ഒരു അര ഇഞ്ചും കൂടെ തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് 8.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ സൈഡിലേക്കും നമ്മൾ ആ 8.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യണം. കാരണം ഈ ഒരു എ-ലൈൻ ടോപ്പ് ആകുമ്പോൾ ഒരു സൈഡിലേക്ക് ഇങ്ങനെ തൂങ്ങിയ പോലെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാ സൈഡിലേക്കും ആ 8.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം വിഡ്ത്തിൽ വരുന്നത് കൊണ്ട് നമുക്ക് നല്ലോണം ഫ്രില്ലിട്ടെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് താഴേന്ന് തന്നെ നമ്മൾ മുറിച്ചിട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല പ്ലീറ്റ് ഇടാനായിട്ട് നമുക്കത് കിട്ടും. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ള ഭാഗം മുകൾ ഭാഗത്തേക്കായിട്ട് നമ്മൾ 20 ഇഞ്ച് ലെങ്ത്താണ് മുകൾ ഭാഗത്തേക്ക് വേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടിയിട്ട് 21 ഇഞ്ചിൽ ഞാനവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. മുകൾ ഭാഗത്ത് 21 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് നെക്കിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ നെക്കിൻ്റെ വിഡ്ത്താണ് മാർക്ക് ചെയ്യുന്നത്. നെക്കിൻ്റെ വിഡ്ത്ത് നമ്മളൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ വിഡ്ത്തായിട്ട് ഞാനിവിടെ 2 ഇഞ്ചാണ് എടുക്കുന്നത്. ഇത് ഒരു പഴയ തുണി ആയതുകൊണ്ട് നമുക്ക് അധികം നെക്ക് വിഡ്ത്ത് എടുത്തു കഴിഞ്ഞാൽ നെക്ക് മലർന്നു പോവും. ഷോൾഡർ ഞാനൊരു 3 ഇഞ്ചാണ് എടുക്കുന്നത്. ആം ഹോൾ ഒരു 5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കുന്നുണ്ട്. അതൊന്ന് ബോക്സ് പോലെ വരച്ചെടുക്കുകയാണ്. അതിന് ശേഷം അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 2 ഇഞ്ച്, ഷോൾഡർ 3 ഇഞ്ച്, അതുപോലെ തന്നെ ആം ഹോൾ വരുന്നത് 5 ഇഞ്ചാണ്. ഇനി നമുക്ക് ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് ഞാനിവിടെ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 7 ഇഞ്ച് അല്ലെങ്കിൽ 6.5 ഇഞ്ചൊക്കെ ആയാലും മതി. 7 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി താഴെ വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ബോഡിയുടെ ഷേപ്പ് വരുന്ന ഭാഗം, ആ ഭാഗത്ത് ഞാനൊരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 2 അളവുകൾ മതി. ബാക്കി നമുക്കിതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ചേച്ചാൽ മാത്രം മതി. പിന്നെ ഒരു 1.5 ഇഞ്ച് അവിടെ തയ്യൽ തുമ്പും കൂടെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെ ഇരിക്കും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കേട്ടോ. താഴെ ആ ഫ്രില്ലൊന്ന് ജസ്റ്റ് വെച്ച് നോക്കിയതാണ്. ഇനി നമുക്കതിൻ്റെ നെക്കൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. ഞാൻ നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 2 ഇഞ്ചാണ്. നെക്കിൻ്റെ ലെങ്ത്ത് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം അതൊരു ബോക്സ് പോലെ നമുക്ക് വരച്ചെടുക്കാം. നമുക്ക് ഇത് ഏത് നെക്ക് വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് വരയ്ക്കാം കേട്ടോ. വി ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ വരയ്ക്കാം. റൗണ്ടിലാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ നമ്മൾ 2 ഇഞ്ച് വിഡ്ത്തിലും 2 ഇഞ്ച് ലെങ്ത്തിലും ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതും ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടിലും ബാക്കിലും റൗണ്ട് നെക്കാണ് വയ്ക്കുന്നത്. എന്നിട്ട് അതിൻ്റെ സൈഡിൽ നടുക്കത്തെ ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് ഒരു 2 ഇഞ്ചിലൊന്ന് കട്ട് ചെയ്ത് വിടുകയാണ്. കാരണം നമുക്ക് തലയിൽ കൂടെ ഇടുമ്പോൾ കയറി പോകാനായിട്ട് ഒരു ചെറിയ കട്ടിങ് പോലെ അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളത് ഇത്രയും പീസ് തുണിയാണ്. ഈ പീസ് തുണി നമ്മൾ രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് ഇതിൽ നിന്ന് വേണം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രില്ലുള്ള സ്ലീവാണ് കേട്ടോ വെക്കുന്നത്, സാധാ സ്ലീവ് അല്ല. അപ്പോൾ അതിന് കുറച്ച് തുണി അധികം വേണം. അപ്പോൾ ആ ബാക്കിയുള്ള തുണി മുഴുവൻ എടുത്തിട്ട് നമ്മൾ പ്ലീറ്റ് ഇട്ടിട്ട് സ്ലീവായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരയ്ക്കുകയാണ്. അത്രയും ഭാഗം നമുക്ക് മതി. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്.
കാരണം അതിൻ്റെ താഴ്ഭാഗത്ത് അതിൻ്റെ നെക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ നെക്കുള്ള ഭാഗം കളയാനായിട്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാണ് കേട്ടോ. ഇനി നമുക്കതിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാം. നമുക്കിപ്പോൾ അധികം ലെങ്ത്ത് ഒന്നും വേണ്ട, ചെറിയ കുട്ടി ആയതുകൊണ്ട് ഒരു 4 ഇഞ്ച് ലെങ്ത്തൊക്കെ മതി. അപ്പോൾ എല്ലാം മടക്കി അടിച്ച് തയ്യൽ തുമ്പൊക്കെ പോയി കഴിയുമ്പോൾ ഒരു 3 ഇഞ്ച് വരും. അപ്പോൾ ആ 4 ഇഞ്ചിൽ ഞാനൊരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കുന്നുണ്ട്. അതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ, വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 17 ഇഞ്ചാട്ടോ ആ ഒരു തുണിയുടെ വിഡ്ത്ത്. എന്നിട്ട് ഏറ്റവും താഴേന്ന് ഒരു 2.5 ഇഞ്ച് ഒന്ന് മാറ്റി മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ സ്ലീവിൻ്റെ ഷേപ്പിലൊന്ന് വരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ സാധാരണ പഫ് സ്ലീവ് ഒക്കെ തയ്ക്കുന്നത് ഇതുപോലെയല്ല കേട്ടോ, ഇങ്ങനെയല്ല തയ്ക്കുന്നത്, വേറെ രീതിയിലാണ്. ഇത് പഫ് സ്ലീവ് അല്ല, വെറും സാധാരണ വെറുതെ ഫ്രില്ലിട്ട് തയ്ക്കുന്ന ഒരു സ്ലീവാണ്. അപ്പോൾ അതിന് ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 2 പീസ് വരും കേട്ടോ. അതിൽ നടുക്കിരിക്കുന്ന ഭാഗം സ്ട്രെയിറ്റ് ആയിട്ടുള്ള പീസും 2 സൈഡിലേക്കും വരുന്നത് ചെരിഞ്ഞ വശമാണ്. ചെരിഞ്ഞ വശം, അതായത് ഷേപ്പ് ചെയ്ത വശം ഉണ്ടല്ലോ, ആ വശമാണ് നമ്മൾ ഫ്രില്ലിട്ടെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഫ്രില്ല് ആദ്യം ഇട്ടെടുക്കും കേട്ടോ. താഴ്ഭാഗത്ത് ഫ്രില്ല് നമുക്കൊന്ന് കറക്റ്റായിട്ട് ഫ്രില്ലിട്ടെടുക്കാം. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല. നമ്മൾ സൂചിയോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഫ്രില്ലിട്ടെടുക്കുക. അപ്പോൾ അത്യാവശ്യം തുണി ഉള്ളത് കൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് തള്ളി തള്ളി കയറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല പ്ലേറ്റ് കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്യുക കേട്ടോ. കാരണം ആ താഴെ അധികം വിഡ്ത്തില്ലല്ലോ, അപ്പോൾ ആ വിഡ്ത്തിനനുസരിച്ച് പ്ലേറ്റ് ഇട്ടെടുക്കുക. പിന്നെ കുറച്ച് കൂടിപ്പോയി എന്ന് ഓർത്തുകൊണ്ട് കുഴപ്പമില്ല, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം ലാസ്റ്റ്. ഇനി നെക്കൊന്ന് കട്ട് ചെയ്യാം. ആദ്യം നെക്കിൻ്റെ അളവിൽ ഞാനൊരു വേറൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നെക്ക് വെച്ചിട്ട് തന്നെ. അതൊക്കെ നമ്മൾ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽഡായിട്ട് കാണിക്കാത്തത്. എന്നിട്ട് അതിൻ്റെ സൈഡൊന്ന് മടക്കി അടിച്ചെടുക്കുന്നുണ്ട്, ഒരു 4 ഇഞ്ച് മടക്കി അടിച്ചെടുക്കുന്നുണ്ട്. അത് ഇനി അത് ആ നെക്കിലേക്ക് വെച്ചിട്ട് നെക്കിൻ്റെ നല്ല വശത്തേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിന് ഞാൻ ലൈനിങ് ഒന്നും ഉപയോഗിക്കുന്നില്ല, അത്യാവശ്യം കട്ടിയുള്ള തുണി ആയതുകൊണ്ട് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്കതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക്. എന്നിട്ടൊന്ന് പതിച്ചും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്ക് നെക്ക് നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ചെയ്യാം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഫ്രണ്ട് നെക്ക് നമ്മുടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി ബാക്ക് നെക്ക് ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ വേണമെങ്കിൽ, അതായത് ഒരു പീസ് തുണി എടുത്ത് വെക്കുക, അതിൻ്റെ നല്ല വശവും നമ്മുടെ ബാക്ക് പീസിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് നമ്മുടെ കഴുത്ത് വരച്ചേക്കുന്ന ആ രീതി ഉണ്ടല്ലോ, കഴുത്ത് കട്ട് ചെയ്തേക്കണ ആ രീതിയിൽ, അതേ രീതിയിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഉള്ളിലുള്ള ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മടക്കി അടിച്ചാൽ മതി. അങ്ങനെയും നമുക്ക് കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതേ രീതിയിൽ നമുക്ക് ഫ്രണ്ടിലത്തെ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ല, അതുപോലെ തന്നെ പീസ് വെട്ടിയെടുത്തതിന് ശേഷം അടിച്ച് ഉള്ളിലേക്ക് മറിച്ചിടാവുന്നതാണ്. അപ്പോൾ ഞാൻ ഉള്ളിലുള്ള ആ ഒരു പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം, എന്നാലാണ് അത് തിരിഞ്ഞു വരുള്ളൂ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് പണി കഴിയും. എന്നിട്ട് ഞാൻ മുകളിലൊന്ന് പതിച്ചടിക്കുക കേട്ടോ. ബാക്കിൽ ഒരു ചെറിയ ഹുക്ക് എന്തെങ്കിലും വെക്കാമെന്ന് ഓർത്തിട്ടാണ് മുകളിലൊന്ന് പതിച്ച് അടിക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പുറകിലുള്ള ഭാഗം വേണമെങ്കിൽ 4 ഇഞ്ച് മടക്കി അടിച്ചിട്ട് ഹെമ്മിങ് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ അതൊന്ന് മടക്കി അടിക്കുകയാണ്, ആ മെയിൻ പീസിനോട് ചേർത്തിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ. ചില റെഡിമെയ്ഡ് ചുരിദാറുകളിലൊക്കെ കണ്ടിട്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ മടക്കി അടിച്ചേക്കണ കാണാം. അപ്പോൾ അതുപോലെ ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ട്. സ്ക്വയർ ആയതുകൊണ്ട് മടക്കി അടിക്കാൻ എളുപ്പമായിരിക്കും. നമ്മൾ വേറെ ഷേപ്പിലൊന്നും കട്ട് ചെയ്തിട്ടില്ലല്ലോ, സ്ക്വയർ ഷേപ്പിലല്ലേ കട്ട് ചെയ്തേക്കണേ, അതുകൊണ്ട് മടക്കി അടിക്കാനും നമുക്ക് എളുപ്പമായിരിക്കും. ആ ഒരു മെയിൻ പീസിനോട് ചേർത്ത് വെച്ചിട്ട് അരിക് ചേർന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് കുറച്ചുകൂടെ എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നു ബിഗിനേഴ്സിനൊക്കെ. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് പിടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബാക്ക് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് അതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ തമ്മിൽ ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ട് ഷോൾഡറിൻ്റെ ആ ഒരു 4 ഇഞ്ച് വിഡ്ത്തിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ആ എക്സ്ട്രാ പീസ് പിടിപ്പിച്ചേക്കണം ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക.
അങ്ങനെയാണെങ്കിലാണ് തയ്യൽ തുമ്പ് കാണാതിരിക്കുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടും. അപ്പോൾ നമ്മുടെ ഷോൾഡറും റെഡി ആയിട്ടുണ്ട്. ഇനി ഷോൾഡറിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറച്ച് കട്ട് ചെയ്ത് കളയാനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കളയുക കറക്റ്റ് അളവിൽ. ഇത് നമ്മുടെ സ്ലീവാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കണേ. ആ സ്ലീവിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വശം കണ്ടോ, ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വശം നമ്മൾ ഒരു 1/4 ഇഞ്ച് വെച്ചിട്ട് മടക്കി അടിക്കുക. അതാണ് താഴേക്ക് വരുന്ന ഭാഗം. കർവ് ചെയ്ത് വരച്ചേക്കണതാണ് നമ്മൾ ഷോൾഡറിൽ പിടിപ്പിക്കാനുള്ള ആ ഒരു ഭാഗം. ആം ഹോളിൽ പിടിപ്പിക്കുന്നുണ്ടല്ലോ, അത് ആ കർവ് ചെയ്ത് വരച്ചേക്കണതാണ്. ഇത് മാറിപ്പോരുത്. ഇനി നമുക്ക് ആ കർവ് ചെയ്തേക്കണ ഭാഗത്ത് മൊത്തം പ്ലീറ്റ് ഇട്ടെടുക്കാം. മാക്സിമം നമ്മൾ പ്ലീറ്റ് ഇട്ടെടുക്കണം. കാരണം അത്യാവശ്യം നല്ല വിഡ്ത്തുള്ള ഒരു തുണിയാണ്, അതുകൊണ്ട് നല്ല രീതിയിൽ പ്ലീറ്റ് ഇട്ടെടുക്കണം. അപ്പോൾ കണ്ടോ, ഈ രീതിയിലാണ് വരുന്നത്. ഇനി നമുക്കത് സ്ലീവിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ ആ ജോയിൻറ്റ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതാണ് അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. അതും പിന്നെ നമ്മുടെ ആ സ്ലീവ് സ്റ്റിച്ച് ചെയ്തേക്കണതിൻ്റെ സെൻറ്റർ ഉണ്ടല്ലോ, ആ സെൻറ്ററും കൂടെ ഒരേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാത്തിനും ഡബിൾ സ്റ്റിച്ച് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ 2 സ്ലീവ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് പിടിപ്പിക്കാനായിട്ടൊരു വള്ളി വേണം. അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വള്ളിയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് 25 ഇഞ്ചും വിഡ്ത്ത് 4 ഇഞ്ചുമുള്ള ഒരു പീസ് മുറിച്ചെടുത്തിട്ട് അത് ഒന്ന് നടുവ് മടക്കി അടിച്ചെടുക്കുകയാണ്. 2 എണ്ണം അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് തിരിച്ചിടണം. ഈ തിരിച്ചിടുന്ന ടൂള് നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. അതിപ്പോൾ അതിൻ്റെ അകത്ത് വീഡിയോയിൽ കാണാൻ പാടില്ല. നമ്മുടെ ലൂപ്പ് ടേണറില്ലേ, അത് വെച്ചിട്ടാണ് കേട്ടോ തിരിച്ചിടുന്നത്. അതാണെങ്കിൽ നല്ല എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 25 ഇഞ്ച് നീളമാണ് ആ ഒരു ഇതിന് വരുന്നത്, ആ ഒരു വള്ളിക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ഉടുപ്പിൻ്റെ ആ ഷേപ്പെല്ലാം ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. ചെസ്റ്റും വേസ്റ്റും എല്ലാം വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സ്ലീവിൻ്റെ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഷേപ്പ് ചെയ്യുന്നതാണ് ബോഡി. സ്ലീവിൻ്റെ അവിടെ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. തുടങ്ങിയതിന് ശേഷം ഷോൾഡറിൽ നിന്ന് ഒരു 9 ഇഞ്ച് താഴെ വരുമ്പോൾ ഞാൻ അവിടെ ഒരു ലൈൻ വരച്ചേക്കണം കേട്ടോ. ആ ലൈനിൻ്റെ അവിടെ എത്തുമ്പോൾ സ്റ്റിച്ച് നിർത്തിയതിന് ശേഷം തുണി മുകളിലേക്ക് പൊക്കി വെച്ചിട്ട് ഈ ഒരു വള്ളി നമുക്ക് അതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാം. ഉള്ളിൽ നിന്നാണ് വള്ളി വയ്ക്കേണ്ടത്. ആ വള്ളി വെച്ചിട്ട് വീണ്ടും താഴേക്ക് അടിച്ച് എൻഡ് ഭാഗം വരെ അടിച്ചെടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ചെയ്യുക. നമ്മൾ ഉടുപ്പിനൊക്കെ ഇതുപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ വള്ളി പിടിപ്പിക്കുന്നത്. ഉള്ളിൽ നിന്ന് വെച്ച് കൊടുക്കുക. കറക്റ്റ് എവിടെയാണ് വെക്കേണ്ടതെന്ന് ഒന്ന് മാർക്ക് ചെയ്യുക. ആ ഒരു ഭാഗം വരുമ്പോൾ സൂചി കുത്തി നിർത്തിയതിന് ശേഷം മുകളിലുള്ള പീസ് പൊക്കിയിട്ട് ഇത് താഴെ വെച്ചിട്ട് വീണ്ടും അത് ആ ഒരു പീസ് താഴ്ത്തി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ പഴയ ഇതുപോലെയുള്ള ചുരിദാറൊക്കെ ഉണ്ടെങ്കിൽ കളയാതെ വെച്ചിരുന്ന നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സാധാരണ നോർമൽ സ്ലിറ്റഡ് ചുരിദാറായാലും ചെയ്യാം, പക്ഷേ കുറച്ച് പ്ലീറ്റ് കുറവ് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നമ്മളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴ്ഭാഗം നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യണം. കാരണം താഴ്ഭാഗം എപ്പോഴും തൂങ്ങിയാലോ ഇരിക്കുന്നുള്ളൂ. ആ തൂങ്ങിയിരിക്കാതിരിക്കാനായിട്ട് താഴെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യണം. അതിന് ശേഷം നമുക്ക് ഫ്രില്ല് വയ്ക്കാം. അപ്പോൾ കണ്ടോ, അതിൻ്റെ താഴെ ഒരു ഷേപ്പ് ഇല്ലാത്ത മാതിരി ഇരിക്കുന്നുണ്ട്. അതൊന്ന് കട്ട് ചെയ്ത് കളയുക. 2 സൈഡിൽ ഓരോ ഇഞ്ച് കയറ്റി ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഈ ഒരു ഫ്രില്ല് നമുക്കവിടെ വെച്ച് കൊടുക്കാം. അതോടെ കഴിഞ്ഞാൽ നമ്മുടെ ഉടുപ്പിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഉടുപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ പഴയതൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയാതെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ വല്ല ബട്ടൺസോ ലേസോ വേറെ എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിൽ വള്ളിയും കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രോക്ക്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്കാണ് കേട്ടോ, ഫ്രില്ല് സ്ലീവൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.